ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുകയാണെന്ന് നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ ഒരു വശത്തുള്ളത് ഇറാനാണ്. കരിമ്പുലി എന്ന് പറയപ്പെടുന്ന ആയുധപ്പുര തുറക്കുകയാണെങ്കിൽ ലോകം ഒന്നടങ്കം വാവൊളിച്ച് നിന്നു പോകുമെന്ന് പറയപ്പെടുന്ന മിസൈലുകളുടെ രാജാവ് എന്ന് പറയപ്പെടുന്ന ഇറാൻ, ആണവായുധം ഉണ്ടെന്ന് പറയപ്പെടുന്ന ഇറാൻ. ഇപ്പുറത്തെ വശത്തുള്ളത് അമേരിക്കയാണ്. പല രാജ്യങ്ങളുമായും നല്ല ബന്ധമുള്ള, ആയുധ കയറ്റുമതിയും ആയുധ നിർമ്മാണവും അതുപോലെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള അമേരിക്കയുമാണ് ഇപ്പുറത്തുള്ളത്. ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ അവസാനം? ആരായിരിക്കും ഇതിൽ മേൽക്കൈ നേടുക? അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരിക്കും. ഒന്നാമത് അങ്ങനെ ഒരു യുദ്ധം എന്ന് പറയുന്നത് എത്ര നാൾ നീണ്ടുപോകും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ അമേരിക്കൻ സേന കുറെ ബോംബർ വിമാനങ്ങൾ വന്ന് ബോംബിട്ട് ഒരു രാജ്യം നശിപ്പിച്ചിട്ട് അങ്ങനെ പോവുകയൊന്നും അല്ലല്ലോ, യുദ്ധമാണല്ലോ. യുദ്ധം എന്ന് പറയുമ്പോൾ അതിപ്പോ എത്ര കാലം നീണ്ടുപോകും നമുക്ക് പറയാൻ പറ്റില്ല. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് മാത്രമല്ല ലോകത്തെ സംബന്ധിച്ച് തന്നെ ഉണ്ടാക്കിയേക്കാം. ഇറാന് മുൻപും അങ്ങനെ, ഇപ്പൊ ഇസ്രയേൽ ഇറാൻ വാർ നടക്കുന്ന സമയത്തും ഇറാൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വലിയ പിന്തുണ ഏതെങ്കിലും രാജ്യം അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ച് ആ ചേരിയിലൊന്നും ചേർന്നിട്ടില്ല. അതുകൊണ്ട് ഈ ലോകയുദ്ധം ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ആ ഒരു വാദത്തോട് അത്രയും എനിക്കറിയില്ല. അതിനെപ്പറ്റി ഞാനൊരു സാധ്യത കാണുന്നില്ല. കാരണം ഇപ്പൊ റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും അല്ലെങ്കിൽ കൊളംബിയയും അങ്ങനെ ഒരു ശാക്തിക ചേരി ഇറാൻ അനുകൂലമായിട്ട് രൂപപ്പെടുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇറാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നുമില്ല. ഇറാൻ അറിയാം ഇറാന്റെ കാര്യം നോക്കാനെന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അവർക്ക് അത്രയും സജ്ജമായ സൈന്യമുണ്ട്. മാത്രമല്ല അവരുടെ സൈബർ വിങ് ലോകത്തെ ഈ വമ്പന്മാരെ എല്ലാം കുരുക്കുന്ന പണി അറിയാവുന്നവരാണ്. ഇസ്രയേലാണ് ഏറ്റവും, മൊസാദും അവരുടെ ഈ സൈബർ സംവിധാനവുമാണ് ഏറ്റവും പ്രശസ്തവും കുപ്രശസ്തവും എന്ന് നമ്മൾ പറയുമെങ്കിലും ഇറാന്റെ സൈബർ സംവിധാനവും അവരുടെ ടെക്നോളജി വലിയ ടെക്നോളജിയാണ്. അവർക്ക് ഈ വൈപ്പർ മാൾവെയറുകൾ എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അമേരിക്കയുടെ ബാങ്കിങ് സംവിധാനങ്ങളെയോ അത്തരത്തിലുള്ള ഏത് സംവിധാനത്തെയും നിമിഷ നേരം കൊണ്ട് അതിനെയൊക്കെ അഫക്ട് ചെയ്യാൻ, തരിപ്പണമാക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഈ സൈബർ പരിപാടികളൊക്കെ കയ്യിലുള്ള രാജ്യമാണ് ഇറാൻ. അങ്ങനെ പലതരത്തിലാണ്. ഇപ്പം ആണവായുധത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ലോകത്തിന് സംശയം അവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ ഈ റഷ്യയുടെ പഴയ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് അദ്ദേഹം ഒന്നിലധികം തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇറാന് ആണവായുധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ രണ്ടാമത്തെ കാര്യമാണ്. കാര്യം ഇറാൻ ആണവായുധം ഇല്ലെങ്കിൽ അങ്ങനെ ഒരു യുദ്ധമുഖത്ത് ഇറാൻ ആണവായുധം കൊടുക്കാൻ എത്രയോ രാജ്യങ്ങൾ വരി നിൽക്കും എന്ന് പറഞ്ഞത് റഷ്യയുടെ മുൻ ഭരണാധികാരിയാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ പാകിസ്ഥാനുമായിട്ട് ഇറാൻ നല്ല ബന്ധമാണ്. പാകിസ്ഥാൻ എന്തായാലും ആണവ ശക്തിയാണല്ലോ. പാകിസ്ഥാൻ കൊടുക്കും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇപ്പോ റഷ്യ പോലൊരു രാജ്യം ഏത് തരത്തിലൊക്കെ ഒരു യുദ്ധം അങ്ങനെ ദീർഘകാലം ഉണ്ടാകുന്ന ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അവർക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ കൊടുക്കുമോ, ഇനി ആണവായുധം തന്നെ അങ്ങ് കൊടുക്കുമോ എന്നൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതിനൊക്കെയുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ട്രംപ് ഭയപ്പെടുന്നു. പിന്നെ ട്രംപ് കാണിക്കുന്ന ഈ മര്യാദകേട് ലോകം ഇങ്ങനെ വായും പൂട്ടി നിന്ന് അടിയാൻ റാൻ മൂളി നിൽക്കുകയാണല്ലോ. അത് വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയല്ലേ. ഈ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെയും മുകളിൽ അവരുടെ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പൊ വെനസ്വേലയിൽ സംഭവിച്ചത് എന്താണ്? വെനസ്വേലയിൽ എന്ത് കണ്ടിട്ടാണ് ട്രംപ് ഇടപെട്ടത്? അവിടുത്തെ എണ്ണ നിക്ഷേപം കണ്ടിട്ട്, അവിടുത്തെ സ്വർണ്ണ നിക്ഷേപം, അവിടുത്തെ ആ രാജ്യത്തിന്റെ അത്തരത്തിലുള്ള ധാതു സമ്പത്തെല്ലാം കണ്ടിട്ടാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻലാൻഡിൽ കണ്ണുവെക്കുന്നത്? എന്തുകൊണ്ടാണ് പനാമയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നത്? എന്തുകൊണ്ടാണ് കൊളംബിയയെ ഭീഷണിപ്പെടുത്തുന്നത്? അപ്പൊ ഇതിലൊക്കെ കൃത്യമായിട്ടും ട്രംപിന്റെ അമേരിക്കയുടെ കാര്യം നോക്കിയാൽ പോരെ. ട്രംപിന് നമ്മൾ പണ്ട് തൊട്ടേ പറയാറുണ്ട്, DYFIക്കാർ പറയുന്നു, ഈ ലോക പോലീസ് കളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ ട്രംപ് ലോക പോലീസിനും അപ്പുറത്ത് അമേരിക്ക ലോക പോലീസ് കളിച്ചിരുന്നു എന്നതിനപ്പുറത്ത് ഇപ്പൊ ട്രംപ് ലോകത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയായി മാറുകയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ചട്ടമ്പിത്തരങ്ങൾ അങ്ങനെ വച്ച് പൊറുപ്പിക്കുന്ന രാജ്യങ്ങളും ഉണ്ട്. എന്നുള്ളത് വേണ്ട, തൽക്കാലം അവിടെ നെല്ല് ഞങ്ങളുടെ ആരും നോക്കണം എന്ന് പറയുന്നത് ധീരരായ ഭരണാധികാരികളുമുണ്ട്. ഇപ്പോ വെനസ്വേലൻ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കിം ജോങ് ഉൻ വടക്കൻ കൊറിയയുടെ പ്രസിഡന്റ് പറഞ്ഞ തെണ്ടിത്തരമാണ് കാണിക്കുന്നത്, പോക്കൃത്തരമാണ് കാണിക്കുന്നത്, ചെറ്റത്തരമാണ് കാണിക്കുന്നത് ട്രംപെ. ഇതിങ്ങനെ പോയി കഴിഞ്ഞത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. കാര്യം വേറെ ഒരു രാജ്യത്ത് ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ രാത്രി അവരുടെ പാലസിൽ പോയി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലെ കോടതി കൊണ്ട് ഹാജരാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താ ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന കോടതി സംവിധാനമല്ലോ? അമേരിക്കയ്ക്ക് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോ അത് അങ്ങനെ ഒരു അനീതി മൊത്തത്തിൽ ലോകത്ത് നടക്കുന്നു. അങ്ങനെ ഒരു അനീതിക്കെതിരെ അതിശക്തമായി സംസാരിക്കുന്ന, അതിശക്തമായി ഇടപെടുന്ന ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ മുന്നണിയിലുള്ള ഒന്നാമത്തെ രാജ്യം, അല്ലെങ്കിൽ അതിന്റെ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം ഇറാൻ. അതാണല്ലോ അവരുടെ ഏറ്റവും വലിയ വിരൽ പിടിപ്പിക്കുന്നത്. ഇപ്പോ ഗസയിലാകട്ടെ, അല്ലെങ്കിൽ യമനിൽ ഹൂത്തികളാകട്ടെ, അതുപോലെ ഹമാസ്, ഹൂത്തികൾ, ഹിസ്ബുള്ള, ഇപ്പോ ലബനിലടക്കമുള്ള സ്ഥലങ്ങളുള്ള ഇതടക്കമുള്ള ഇവരുടെ ഈ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് അതിനെ നയിക്കുന്നത് ഇറാനാണല്ലോ. അപ്പൊ ഇറാനെ വീഴ്ത്തി കഴിഞ്ഞാൽ പ്രതിരോധം എന്ന് പറയുന്ന പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് തന്നെ ഇല്ലാതാകും.
അതിനുള്ള ശ്രമങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് പലതരത്തിൽ നടത്തും കേട്ടോ. ഇപ്പൊ നേരിട്ട് സൈനിക ആക്രമണം നടത്തുന്നത് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഞാനിപ്പോ ഈ ഇറാനിലെ ഒരു 1-2 മാധ്യമങ്ങളിൽ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോ അതില് അവരുടെ പ്രസ് ടി വി, ഇറാനിലെ പ്രസ് ടി വി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. അതായത് മിലിറ്ററി ഗ്രേഡ് ബുള്ളറ്റുകൾ, അവിടുത്തെ കലാപത്തിൽ മരിച്ച 2 കുഞ്ഞുങ്ങളുടെ സ്മോളസ്റ്റ് കഫിൻസ് ആർ ദ ഹെവിയസ്റ്റ് എന്നാണല്ലോ പറയാറുള്ളത്. ഏറ്റവും കുഞ്ഞ് മൃതദേഹങ്ങളാണ് ഏറ്റവും ഭാരമുള്ളത്. കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികൾക്ക് ഭാരം കൂടുതലാണ്. അതെ, ഭാരം കൂടുമെന്നാണ്, ഏറ്റവും ഭാരമുള്ളതെന്നാണ്. അങ്ങനെ 2 കുഞ്ഞുങ്ങളുടെ, അതായത് ഒരു 8 വയസ്സുള്ള ഇസ്ഫഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 8 വയസ്സുള്ള കുഞ്ഞ്, ഒരു 3 വയസ്സുള്ള കുഞ്ഞ്, ഈ 2 കുഞ്ഞുങ്ങളും ഇറാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടവരാണ്, വെടിയേറ്റവരാണ്. ആ 2 കുട്ടികളുടെയും ശരീരത്തിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റുകൾ ഇസ്രയേലിന്റെ മിലിറ്ററി ഗ്രേഡ് ബുള്ളറ്റുകളായിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് കൃത്യമായിട്ടും ഇതിൽ ഇസ്രയേൽ ഇടപെടുന്നുണ്ട്. ഇസ്രയേല് എല്ലാ തരത്തിലും സഹായം നൽകുന്നുണ്ട്. ഇസ്രയേലിന്റെ മിലിറ്ററി ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ, മിലിറ്ററി ഗ്രേഡ് ബുള്ളറ്റുകൾ എങ്ങനെയാണ് ഈ കുട്ടികളുടെ ശരീരത്തിൽ കയറുന്നത്? അപ്പൊ ഇതിനകത്തെല്ലാം വലിയ ചതികൾ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇറാനിൽ വലിയ കുഴപ്പമാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള അന്തരീക്ഷം. മേഘ, ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് ഇപ്പൊ മൊത്തത്തിൽ. ഇപ്പൊ ഇറാനിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാരെ മൊത്തം രാജ്യം വിടുക എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ദീർഘകാലത്തേക്ക് പോകുന്ന ഒരു സംഭവമായിരിക്കും. അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ പിന്നെ ഇസ്രയേലുമായിട്ട് സന്ധി ഉണ്ടാക്കിയതുപോലെ ട്രംപിന് നാണോ മാനോ ഒന്നുമില്ല. ട്രംപ് അത് വേണമെങ്കിൽ ചെയ്യും. ട്രംപ് വിളിച്ചിട്ട് ഞാൻ ഇതിപ്പോ എല്ലാ തരാം, ഒരു കുറച്ച് ആക്രമണമൊക്കെ നടത്തിയിട്ട് ട്രംപ് നൈസായിട്ട് പറയും, തൽക്കാലം കൂടുതൽ ജനങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഒഴിവാക്കുന്നു. അമേരിക്കയുടെ ഈ സാമ്പത്തിക ശക്തി ഒക്കെയാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന അതാണ്. ഈ അമേരിക്കക്കാരന്മാർക്ക്, ഈ പ്രസിഡന്റുമാർക്കൊക്കെ എന്തിന്റെ കേടാണ് യുവമാര് നമ്മുടെ ഈ ഫെഡറൽ ധനം, മൂലധനം, ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം എടുത്തുകൊണ്ട് പോയിട്ട് വല്ലയിടത്ത് യുദ്ധം ചെയ്യാൻ പോകുന്നു. അതൊന്നും എന്റെ കാലത്ത് നടക്കത്തില്ല, ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് പുള്ളി അധികാരത്തിലേറിയപ്പോ ഇപ്പൊ എന്തായാലും സമാധാനത്തിന്റെ നോബൽ സമ്മാനം കാത്തിരിക്കുകയാണ് പാവപ്പെട്ടു. അപ്പൊ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, എനിക്ക് നൊബേൽ തരുമെന്ന് ആവശ്യപ്പെട്ടിട്ടും നൊബേൽ ലഭിക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇസ്രയേൽ അവരുടെ പരമോന്നത അവാർഡ് കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. അതെ, മാത്രമല്ല മോദിയോടുള്ള പുള്ളിയുടെ ഏറ്റവും വലിയ കലിപ്പ് എന്ന് പറഞ്ഞാൽ, മോദിയെടുത്ത് പുള്ളി വിളിച്ചു പറഞ്ഞു, എന്നെ ആ നൊബേൽ സമ്മാനത്തിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം, നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. മോദി മൈൻഡ് ചെയ്തില്ല. അപ്പൊ മോദി മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് മോദിയുടെ വലിയ ചെറിയ കലിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്ക് പറയുന്നത്, പുള്ളി എന്നെ സാർ എന്നാണ് വിളിക്കുന്നത്. മോദി ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ എന്നെ സാർ എന്ന് പറഞ്ഞ് വിളിച്ച് അഭിസംബോധന ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ്. നമുക്ക് പുള്ളി ഒരുപാട് പ്ലസ് പോയിന്റ്സ് ഉള്ള ആളുമാണ് കേട്ടോ ഇതൊക്കെ പറയുമ്പോഴും. അപ്പോ അങ്ങനെയാണ്. ട്രംപിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. സമാധാനത്തിന്റെ നൊബേൽ സമ്മാനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യൻ അങ്ങനെ പല കാര്യങ്ങളും പറയും. ആദ്യം നമുക്കറിയാലോ, ഗസ റിവൈറയാക്കാന്നൊക്കെ പറഞ്ഞ ആളാണ്. പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്രയോ മണിക്കൂർ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. പുള്ളിയെ സംബന്ധിച്ച് പുള്ളി റിയൽ എസ്റ്റേറ്റ് ഭാഷയിലാണല്ലോ സംസാരിക്കുന്നത്. ഗസ എന്ന് പറയുന്നത് നല്ല പ്രകൃതി രമണീയ ഒരു പ്രോപ്പർട്ടിയാണ്, അത് ഗംഭീരമാക്കി ഞാൻ ഏറ്റെടുക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. ട്രംപിന് ഇറാനോടുള്ള ദേഷ്യം, ട്രംപിന് ഇറാനോടുള്ള വെറുപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആണവോർജവുമായി അല്ലെങ്കിൽ ആണവായുധം കൈവശമുണ്ട് എന്നുള്ളതാണ്. എൻ്റെ രാജ്യത്തിന് മേൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മേൽ ഒരു രാജ്യം വരരുത് എന്നുള്ള ചിന്ത. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും ലോകരാജ്യങ്ങളും എല്ലാം വളഞ്ഞിട്ട് ചോദിച്ചിട്ടും ഇറാൻ പറയുന്നത് ആണവായുധം ഇല്ല എന്നാണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളത് ഒരു സ്വകാര്യ വസ്തുത തന്നെയാണ്. ഇത് തന്നെയാണോ ട്രംപിന് അവരോടുള്ള ഒരു വിരോധത്തിന് കാരണവും? അത് ഈ ചരിത്രപരമായിട്ട് ഇപ്പൊ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് അമേരിക്കയും ഇറാനും നല്ല സുഖത്തിലായിരുന്നു ചോദിച്ചാൽ അല്ല. 79 ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ പ്രശ്നം തന്നെയാണ്. ട്രംപ് ഇപ്പൊ ആദ്യത്തെ ടേമിൽ അധികാരത്തിലേറുന്നത് 2017-ലല്ലേ? അപ്പൊ ആ സമയത്താണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഇറാനോട് ഒരു പ്രതികാര നടപടി ചെയ്തതെന്ന് വെച്ചാൽ, ഈ ട്രംപിന്റെ പ്രശ്നം, ട്രംപിന് മുമ്പ് ഇരിക്കുന്ന ഭരണാധികാരികൾ കൊണ്ടുവന്ന മൊത്തം പൊട്ടത്തരങ്ങളാണെന്ന് പറയുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നത് ട്രംപിന്റെ ഒരു ഹോബിയാണ്. അപ്പൊ ബരാക് ഒബാമയുടെ സമയത്താണ് ഈ 6+1 ആണോ 5+1 ആണോ 5+1 നേഷൻസ് ആണെന്നാണ് തോന്നുന്നത്. യൂറോപ്യൻ യൂണിയനും മറ്റ് 5 ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. 6 രാജ്യങ്ങളും ചേർന്നിട്ടാണ് ഇറാനുമായിട്ട് ഈ ആണവ കരാർ ഒപ്പിടുന്നത്. ആ കരാറിൽ നിന്ന് ട്രംപ് ഏകപക്ഷീയമായിട്ട് പിൻവലിയുകയായിരുന്നു. പിൻവലിഞ്ഞിട്ടാണ് പിന്നെ വലിയ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി. ആ ടേമില് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ടേം വന്നപ്പോ വീണ്ടും ഇത് ഇറാനെ ആണവ കരാർ ഒപ്പിടണം, ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഈ റൗണ്ട് ചർച്ചകളൊക്കെ നടത്തുന്നത്. ഇറാൻ ആണവ ആയുധം ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ഉണ്ടാകാം. കാര്യം ഇറാൻ അതിനുള്ള സാങ്കേതികമായ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അത് പലതും
ഇല്ലാതെയാക്കി എന്നൊക്കെയാണ് ട്രംപ് മറ്റേ ഒരു മിന്നലാക്രമണത്തിലൂടെ ബോംബർ വിമാനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇല്ലാതെയാക്കി എന്നൊക്കെയാണ് ഉള്ളതാണ്. പക്ഷെ എന്റെ സാറ്റലൈറ്റ് ഇമേജുകളും ബാക്കിയുള്ള തെളിവുകളും ഒക്കെ പിന്നീട് പല ഘട്ടങ്ങളിൽ പുറത്തു വന്നു. കാര്യമായ നാശനഷ്ടങ്ങൾ, എത്രയോ ലെയറുകൾ. അത് ഈ ആണവ റിയാക്ടറുകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഉപരിതലത്തിലല്ലല്ലോ ഈ ആളുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാക്കി വെക്കുക. അതിനെ ഒന്നും തുളച്ചു പോകാനുള്ള അത്രയും വലിയ സംവിധാനം ആ നിലയ്ക്കല്ല അമേരിക്കയുടെ വലിയ സംവിധാനമുള്ള തുരക്കുന്ന ബോംബറുകളൊക്കെയാണ് കൊണ്ടിട്ടതെങ്കിലും അവിടെ ഒന്നും കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ആണവ ആയുധമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ട്രംപിനുണ്ട്. പിന്നെ ട്രംപ് ഇറാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പശ്ചിമേഷ്യയിലെ ഒരു വലിയ ശക്തിയായിട്ട് നിൽക്കുകയാണ്, ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുകയാണ്. സമ്പത്ത് അവർക്ക് ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഉണ്ട്. ഇപ്പൊ ഈ പറയപ്പെടുന്ന രാജ്യങ്ങൾ സമ്പത്തിന്റെ കാര്യത്തിൽ ഇറാൻ ഒന്നും അല്ലല്ലോ. ഇറാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്രമായിട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഇത്രയധികം ദരിദ്രം എന്ന് പറയുമ്പോഴും ഇത്രയധികം ഉപരോധങ്ങൾക്കിടയിൽ ഒരു പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വെച്ച് നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ ബാക്കി എത്രയോ സമ്പന്നമായ രാജ്യങ്ങളല്ല. ഇപ്പോ ട്രംപിന് എയർഫോഴ്സ് വണ്ണിന് സമാനമായ വിമാനം കൊടുത്തുവിടാൻ ശേഷിയുള്ള രാജകുടുംബമാണ് ഖത്തറിലുള്ളത്. അപ്പൊ അത്തരത്തിൽ അത്രയും സമ്പത്ത് മറ്റു രാജ്യങ്ങൾക്കുണ്ട്. ഇറാൻ അതൊന്നും ഇല്ല. പക്ഷെ ഇറാൻ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നു. ഇറാൻ ഇതിന്റെയൊക്കെ നേതൃനിരയിൽ നിൽക്കുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ അമേരിക്ക തീരുമാനിക്കുന്നതിനനുസരിച്ചാണല്ലോ കാര്യങ്ങൾ. ട്രംപ് പറയുന്നത് സൗദി രാജാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തും കേൾക്കുമെന്ന് സൗദിയിൽ വന്നിട്ട് ട്രംപ് പറഞ്ഞിട്ട് പോയി നമ്മളെല്ലാം കേട്ടതാ. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് അയാളെ എന്നാണ് ട്രംപ് പറയുന്നത്. ആ ചെറുപ്പക്കാരനെ എനിക്ക് അത്രയും ഇഷ്ടമാണ്, എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ. പക്ഷെ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നതേ ഞാൻ കേൾക്കൂ. അയാൾ എന്ത് പറഞ്ഞാലും, ആ ചെറുപ്പക്കാരൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അപ്പൊ അങ്ങനെയുള്ള സൗഹൃദം ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ട്രംപിനുണ്ട്. പക്ഷെ ഇറാനുമായിട്ട് അങ്ങനെ ഒരു സൗഹൃദവും ഇല്ല, ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയാണ് എപ്പോഴും. അപ്പൊ ഇതൊക്കെയാണ് സാഹചര്യം. എന്നാലും ട്രംപിന്റെ ഹുങ്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അതെ, ഇപ്പോൾ ട്രംപ് ഭീഷണികൾ തുടരുന്നു, യുദ്ധക്കപ്പലുകൾ അയക്കുമെന്നുള്ള വിരട്ടലുകൾ തുടരുന്നു. എന്നാൽ ഇതിലൊന്നും കുസില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇറാനും മുന്നോട്ട് പോകുന്നത്. എന്ത് തന്നെയായാലും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് സാധാരണക്കാരനായ നമ്മുടെയൊക്കെ ആഗ്രഹവും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. താങ്ക് യു.